ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM വലിയ പ്രതിരോധത്തിലൂടെ കടന്നുപോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പാർട്ടിക്കുണ്ടായ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമായ പാത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ നിരവധി കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ കൃത്യമായൊരു വെളിപ്പെടുത്തൽ ഇന്ന് വന്നിരിക്കുകയാണ്. ശബരിമലയിൽ യുവതീ പ്രവേശനമുണ്ടായ ദിവസം തന്നെയും അവിടെ ചുമതലയിലുണ്ടായിരുന്ന ശ്രീജിത്തിനെയും IPS ഉദ്യോഗസ്ഥൻ ശ്രീജിത്തിനെയും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയെന്നും താൻ TV-യിലൂടെയാണ് ഈ വാർത്ത കണ്ടതുമെന്നാണ് പത്മകുമാർ പ്രതികരിച്ചത്. നേരത്തെ തന്നെ ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് പത്മകുമാറും പാർട്ടിയും രണ്ട് തട്ടിലായിരുന്നു. ശബരിമല സന്നിധാനത്തേക്ക് സ്ത്രീകളെ കയറ്റേണ്ട സാഹചര്യമില്ല, സുപ്രീം കോടതിയുടെ വിധി മറപിടിച്ച് ഭക്തരെ ബലം പ്രയോഗിച്ച് നീക്കി ശബരിമല സന്നിധാനത്തേക്ക് സ്ത്രീകളെ എത്തിക്കേണ്ട എന്ന നിലപാടായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തെ അറിയിക്കാതെ അവിടെ ശ്രീജിത്ത്, നമുക്കറിയാം, കടുത്ത അയ്യപ്പ ഭക്തനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം അയ്യപ്പന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരയുന്ന ദൃശ്യം ആ യുവതീ പ്രവേശനത്തിന് ശേഷം മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് നട അടയ്ക്കുന്ന ദിവസം അയ്യപ്പന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരയുന്ന ദൃശ്യം കേരള സമൂഹം മൊത്തം കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകും. സ്വർണ്ണപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഒപ്പുവെച്ചതടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM അടിമുടി പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായും CPMന് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം CPMന്റെ ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ വലിയ വിമർശനം ഉണ്ടായത്, വെള്ളാപ്പള്ളി നടേശനൊപ്പം കൂടിയത്, ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് തിരിച്ചടിയെ, അതിനൊപ്പം പറയുന്നത് പത്മകുമാറിനെ തള്ളിപ്പറയാത്തത് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി, അല്ലെങ്കിൽ പരാജയത്തിന്റെ ഒരു കാരണമായി പല ആളുകളും ചൂണ്ടിക്കാട്ടുന്നത് പത്മകുമാറിനെ ചേർത്ത് പിടിച്ച നിലപാട് എന്തിനാ, അല്ലെങ്കിൽ പത്മകുമാറിനെ എന്തിനു ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. പക്ഷെ പത്മകുമാറിനെ തള്ളുകയാണെങ്കിൽ പത്മകുമാർ എല്ലാ സത്യങ്ങളും, അല്ലെങ്കിൽ കേരളം കേൾക്കാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും പത്മകുമാർ പറയുമോ എന്നുള്ള ഭയം CPMന്റെ മുതിർന്ന നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പത്മകുമാറിനെ ചേർത്ത് പിടിക്കേണ്ടത്. അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം സൂചിപ്പിച്ചത് ശബരിമലയിൽ കൈകൊള്ളിയെന്നാണ് CPMന്റെ. എന്നിട്ടും ഒരു തിരുത്തലിന് CPM തയ്യാറായില്ല. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലടക്കം അന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലടക്കം പത്മകുമാറിനെ തള്ളണം എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം അതിന് തയ്യാറാകാത്തത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ആരോഗ്യം സംരക്ഷിക്കണം, പത്മകുമാറിനെ തള്ളുകയാണെങ്കിൽ, അല്ലെങ്കിൽ പത്മകുമാറിനെതിരെ നിൽക്കുകയാണെങ്കിൽ, പാർട്ടി പത്മകുമാറിനെതിരെ ഒരു നിലപാടെടുത്താൽ പാർട്ടിയിലെ പലരെയും കുടുക്കാൻ പത്മകുമാറിന് കഴിയും. അത് വെറുതെ ആയിരിക്കില്ല, അദ്ദേഹം പറയാനല്ല, അല്ലെങ്കിൽ അയാൾക്ക് അറിയാവുന്ന സത്യങ്ങൾ പൊതുസമൂഹത്തോട് പറയുകയാണെങ്കിൽ CPMന് വലിയ തിരിച്ചടിയാകും. ശബരിമല എന്ന് പറയുന്നത് എക്കാലത്ത്, അല്ലെങ്കിൽ കുറെ കാലമായി ശബരിമല എന്ന് പറയുന്നത് CPMനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടെന്ന് യാതൊരു സംശയമില്ല. യുവതീ പ്രവേശനമാകട്ടെ, അത് കഴിഞ്ഞ് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം, അതിന് തൊട്ടു പിന്നാലെ ഉണ്ടായ സ്വർണ്ണക്കൊള്ള, ഈ മൂന്ന് വിഷയവും ശബരിമല, അല്ലെങ്കിൽ ശബരിമലയിൽ CPM എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലേക്ക് കുടുങ്ങിയിട്ടുണ്ട്. ഇപ്പോ സ്ത്രീ പ്രവേശനവുമായി, അല്ലെങ്കിൽ പത്മകുമാറിനെതിരെ നടപടി എടുക്കുമെന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. നടപടി ഇതുവരെ എടുത്തിട്ടില്ല. പത്മകുമാറിനെ പുറത്താക്കുമെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ വരുമ്പോൾ തന്നെയാണ് പത്മകുമാർ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ഇന്ന് സംസാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുൻപ് അദ്ദേഹം സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചിരുന്നില്ല എന്നൊരു നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷെ MP ഗോവിന്ദൻ പറഞ്ഞത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ, ശബരിമല അയ്യന്റെ സ്വർണം കെട്ട, അല്ലെങ്കിൽ ആ കേസിൽ പ്രതിയായ ഒരാൾക്ക് മറുപടി പറയേണ്ട ആവശ്യം പാർട്ടിക്കോ എനിക്കോ ഇല്ല എന്നാണ് MP ഗോവിന്ദൻ പറഞ്ഞിരുന്നത്. പക്ഷെ ആ ഒരു നിലപാട് എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. അങ്ങനെ കള്ളനാണ്, അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയെ ആളിനെ എന്തിന് ഇന്നും പാർട്ടിയിൽ നിലനിർത്തുന്നു എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ MP ഗോവിന്ദന് കഴിയുന്നില്ല. പക്ഷെ ഈ ഒരു വിഷയത്തിൽ പത്മകുമാർ പാർട്ടിക്കെതിരെ തിരികുകയും സ്ത്രീ പ്രവേശനത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് മറ്റൊന്നായിരുന്നു, പാർട്ടിയുടേതായിരുന്നില്ല എന്ന് തുറന്നു പറയുമ്പോൾ അവിടെ MP ഗോവിന്ദന് ഉത്തരമില്ലാതെ പോവുകയാണ്. അപ്പൊ MP ഗോവിന്ദൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാമെന്ന് വെച്ചിട്ടായിരിക്കണം ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പൊ CPM പത്മകുമാറിന്റെ പേര്, അല്ലെങ്കിൽ പത്മകുമാറിനെതിരെ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് CPM തള്ളി പറഞ്ഞില്ല? ഇപ്പൊ പത്മകുമാർ CPMനെതിരായ ഒരു നിലപാട് പറയുമ്പോൾ, അല്ലെങ്കിൽ തന്റെ നിലപാട് ആ വിഷയത്തിൽ പാർട്ടിക്കെതിരായിരുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ തള്ളി പറയുന്നത് ശരിയല്ല. തള്ളി പറഞ്ഞാൽ പോലും പാർട്ടിക്ക് പുറത്താകാൻ കഴിയാത്ത രീതിയിലാണ്. ഇപ്പോൾ തന്നെ ചെറുതായി പുറത്താക്കുമെന്ന സൂചന വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരികയാണെങ്കിൽ, പുറത്താക്കുകയാണെങ്കിൽ CPMന് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചിലപ്പോൾ CPMനെ വിഴുങ്ങാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ CPM എന്ന പാർട്ടിയെ ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ വളരെ വളരെ ദയനീയമായിട്ടൊരു അവസ്ഥയിൽ കൊണ്ട് എത്തിക്കാൻ പത്മകുമാറിന് കഴിയുമെന്നുള്ള ഉറപ്പ് പല നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പത്മകുമാറിനെ ചേർത്തുന്നത്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള അദ്ദേഹം പിണറായി വിജയൻ പറയുന്നത് അങ്ങനെയല്ല, പത്മകുമാർ പറയുന്നത് കള്ളമാണ്, ആ സമയത്ത് ആരെയും മാറ്റിയിട്ടില്ല, തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും
ഒരു കാര്യത്തിനും വ്യക്തമായ ഒരു മറുപടി നൽകാൻ പാർട്ടിക്കോ എം വി ഗോവിന്ദനോ പിണറായി വിജയനോ കഴിയുന്നില്ല. മറിച്ച് പത്മകുമാറിനെ തള്ളിപ്പറയാനുള്ള ധൈര്യവും പാർട്ടിയോ എം വി ഗോവിന്ദനോ പിണറായി പാർട്ടി ഞാൻ പറയില്ല. കാര്യം പാർട്ടിയിലെ പലർക്കും പത്മകുമാറിനെ തള്ളിപ്പറയണം എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ കുടുങ്ങാൻ പോകുന്നത് ആരൊക്കെയാണ്? അല്ലെങ്കിൽ ആ ഉന്നതന്റെ പേര് പത്മകുമാർ പറയുമ്പോൾ തനിക്കറിയാവുന്ന കാര്യങ്ങളല്ല, തന്നെ സംരക്ഷിക്കാത്ത പാർട്ടിയെ സംരക്ഷിക്കേണ്ട എന്നൊരു നിലപാട് പത്മകുമാർ എടുക്കും എന്നുള്ള ഭയമാണ്. നമുക്കറിയാം പാർട്ടിക്കകത്ത് തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് പലരും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും പാർട്ടി വിട്ടുപോവുകയും അത് പാർട്ടിയിൽ കണ്ണൂരിലടക്കം പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യം പത്തനംതിട്ട അല്ലെങ്കിൽ പത്മകുമാറിന്റെ വിഷയത്തിലും ആവർത്തിക്കുമോ എന്നുള്ള ഒരു ഭയം പാർട്ടിക്കുണ്ട്. എളുപ്പമല്ല CPM-ന് വലിയ 2 പരാജയങ്ങൾ തിരികെ പാർട്ടിയെ കൊണ്ടുവരണം. ഞാനല്ലാതെ മറ്റാരെന്ന് പിണറായി വിജയന്റെ ഏകാധിപത്യ രീതി, പല സൈഡിൽ നിന്നുള്ള വിമർശനം, വീണ വിജയന്റെ വീട്ടിലുള്ള ED റെയ്ഡ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ മറുവശത്ത് പുതിയ സർക്കാർ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. സർക്കാർ അധികാരത്തിലോട്ട് ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല. എന്നാൽ ആദ്യ ചുവടുവെപ്പ് പുതിയ സർക്കാരിന്റേത് CPM-ന് വലിയ വെല്ലുവിളിയാണ്. ആ സാഹചര്യത്തിൽ പത്മകുമാർ കൂടി തിരിയുകയാണ് എങ്കിൽ CPM-ന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം, അല്ലെങ്കിൽ CPM ഇതിനേക്കാൾ വലിയ കേരളത്തിൽ തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. തീർച്ചയായും ലോകമെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികൾ ഒരേ ദിവസം ഒരേ സമയത്ത് കരഞ്ഞതാണ്. ശബരിമല സന്നിധാനത്തേക്ക് സുപ്രീം കോടതി വിധിയുടെ മറപിടിച്ച് ബിന്ദു അമ്മിണിയെയും കനകദുർഗ എന്നീ 2 സ്ത്രീകളെ ശബരിമല ക്ഷേത്രത്തിന്റെ പിന്നാമ്പുറത്തുകൂടി അവരെ കറുത്ത വസ്ത്രം അണിയിച്ച് അവരെ വനം വകുപ്പിന്റെ ആംബുലൻസായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ കൊണ്ടുവന്ന് 18ാം പടി ചവിട്ടാതെ മറ്റൊരു സ്ഥലത്തൂടെ അവരെ സന്നിധാനത്ത് എത്തിക്കാൻ അന്ന് CPM-ന്റെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ നിന്നടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എതിർപ്പുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ തിരുവനന്തപുരത്തേക്കും അന്ന് സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ശ്രീജിത്ത് IPS-നെ വിളിപ്പിച്ചു എന്ന് പറയുമ്പോൾ സർക്കാർ പ്ലാൻ ചെയ്ത് ഭക്തരെ വെല്ലുവിളിച്ചാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതെന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. അല്ലാതെ പലരെയും മനീതി സംഘത്തെയും രഹന ഫാത്തിമയെ പോലുള്ള ആളുകളെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോൾ കൃത്യമായ പ്രതിരോധം തീർത്താണ് ഭക്തർ അതിനെ നേരിട്ടത്. ശബരിമല സമാനതകളില്ലാത്ത സംഘർഷത്തിന് വേദിയായത് നിരവധി തവണ അന്ന് കേരളം കണ്ടതാണ്. എന്നാൽ ഭക്തരെ വെല്ലുവിളിച്ച് ഞങ്ങൾ കയറ്റിയിരിക്കും, നവോത്ഥാനം സൃഷ്ടിക്കാനാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് പറഞ്ഞ കേരളത്തിൽ നവോത്ഥാന മതിൽ തീർക്കുകയും അതിന് ഒപ്പം തന്നെ ശബരിമല സന്നിധാനത്തേക്ക് സ്ത്രീകളെ കയറ്റി ഭക്തരെ വെല്ലുവിളിക്കുകയും ചെയ്തത് CPM ആണെന്ന് പത്മകുമാറിന്റെ തുറന്നു പറച്ചിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വിഷയങ്ങൾ, അതായത് എങ്ങനെയാണ് ഈ സ്വർണം കളവ് പോയത്, ആർക്കെല്ലാം ഇതിൽ പങ്കുണ്ട്, ഏത് തരത്തിലാണ് ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുന്നത്, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ കൊള്ളയ്ക്കകത്ത് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പൊതുസമൂഹത്തിന് മുമ്പാകെ വിളിച്ചു പറയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. CPM ഇപ്പോൾ ചെകുത്താന്റെയും കടലിന്റെയും നടുക്കാണ്. പത്മകുമാറിനെതിരെ നടപടി ഇനി എടുത്തില്ലെങ്കിൽ അണികൾ ചോദിക്കും, എന്തുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ അല്ലെങ്കിൽ ആ കേസിനകത്ത് ജയിലിൽ കടന്ന പത്മകുമാറിനെ എന്തിന് സംരക്ഷിക്കുന്നുവെന്ന് അണികൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയണം. അല്ലെങ്കിൽ അങ്ങനെ പത്മകുമാറിനെതിരെ നടപടിയുണ്ടായാൽ എന്തിന് താൻ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് വിശദാംശങ്ങളെന്ന് പത്മകുമാർ കേരളത്തിലെ മാധ്യമ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയാൽ അത് CPM-ന്റെ അടിവേരറുക്കുന്നതിന് തുല്യമായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ CPM വലിയ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട അയ്യപ്പ ശാപം CPM-നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും.